നമസ്കാരം. ബീഹാറിനെ ഇളക്കിമറിച്ച രാഹുലിന്റെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ആവേശോജ്വല സമാപനം. ഓഗസ്റ്റ് 17 തുടങ്ങിയ യാത്ര 16 ദിവസം, 1300ഓളം കിലോമീറ്ററുകൾ, 100ഓളം മണ്ഡലങ്ങൾ. വോട്ട് കൊള്ളയ്ക്കെതിരെ രാജ്യം കണ്ട സമാനതകളില്ലാത്ത യാത്ര. ഓഗസ്റ്റ് 7 ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിൽ തുടങ്ങിയ മുന്നേറ്റം അത് ബീഹാറിന്റെ ഗതി മാറ്റുമോ? രാഹുലിന് ചുറ്റും ഇരമ്പിയെത്തിയ ജനസാഗരം അതിന്റെ വാഹകരാകുമോ? ഇന്ത്യൻ രാഷ്ട്രീയത്തെ ബീഹാർ മുൻപും നിർണയിച്ചിട്ടുണ്ട് പലകുറി. അതിന്റെ മണിമുഴക്കം കേട്ടു തുടങ്ങിയോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ബീഹാറിലൂടെ ഭരണത്തിലേക്കോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് അനിൽ ബോസ്, CPM-ൽ നിന്നും KT കുഞ്ഞിക്കണ്ണൻ, വലതു നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ അനിൽ ബോസ്, ഓഗസ്റ്റ് 7 പൊട്ടിയത് ആറ്റം ബോംബായിരുന്നുവെങ്കിൽ ഇനി പൊട്ടാനിരിക്കുന്ന ഹൈഡ്രജൻ ബോംബ് അത് മോദിക്കൊരു വെല്ലുവിളി എന്ന നിലയിലുമാണ് രാഹുൽ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖം വികൃതമാണ് എന്ന് തെളിയിച്ച രാഹുൽ ഇനി തെളിയിക്കാനിരിക്കുന്നത് മോദിയുടെ മുഖം വികൃതമാണ് എന്നാണോ? എങ്കിൽ എങ്ങനെ? ഇല്ല, നിലവിൽ നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുന്നുണ്ട്. ചില പരാജയങ്ങൾ ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിരുന്നു ഹരിയാനയും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും. അതിനു മുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചർച്ചകളിൽ, സംവാദങ്ങളിൽ നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് പോലെ മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകളുടെ നിരീക്ഷണത്തിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യത്തിന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഉണ്ടായിട്ടുള്ള ഒരു ഷോക്ക്. അപ്പം നമ്മളെപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെക്കുറിച്ച് അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നു, വോട്ട് തിരിമറിയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ഏതെങ്കിലും തലത്തിൽ അത് തെളിയിക്കപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം പലകുറി, പല ആവർത്തി, പല രീതിയിൽ ശ്രമിച്ചിട്ടും നടന്നിരുന്നില്ല. പക്ഷെ മഹാരാഷ്ട്രയിലെ പരാജയവും ഹരിയാനയിലെ ഷോക്കും കൃത്യമായ ഒരു പഠനത്തിന് ഇന്ത്യ സഖ്യത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിക്ക് അതൊരു തുടക്കമെന്നുള്ളതിൽ അദ്ദേഹം അതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തു. ശക്തമായൊരു ടീമിനെ നിയോഗിച്ചു. മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം നാം ചർച്ച ചെയ്താണ്. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ ഇനി പറയുന്ന ഹൈഡ്രജൻ ബോംബ് എന്താണ്? അല്ല, അത് വരട്ടെ. അത് മുൻകൂട്ടി പറയാനാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്നങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പം നിലവിൽ എന്തായാലും ഇന്ത്യയിൽ പ്രതിപക്ഷ ശബ്ദത്തിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ, നമ്മൾ ഉയർത്തുന്ന ആവശ്യങ്ങളോട്, ആവലാതികളോട് ഒരു സെക്കൻഡ് പോലും കരുണ കാണിക്കാതെ, ഒരു ജനാധിപത്യ ക്രമത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ, ചട്ടവട്ടക്രമങ്ങൾ പാലിക്കാതെ ഏകപക്ഷീയമായ സ്വേച്ഛാധിപത്യ ജൈത്രയാത്രയാണ് നടത്തിയിരുന്നതെങ്കിൽ അതല്ല. രാജ്യത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊക്കെ പ്രഹസനവും അതിലുപരി ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട്, ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആണ് എന്ന് ഇന്ത്യൻ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ശരി, ഇപ്പോൾ ബാംഗ്ലൂർ സെൻട്രൽ, അവിടെ തന്നെ മഹാദേവപുര, ഇതായിരുന്നല്ലോ ഓഗസ്റ്റ് 7 പൊട്ടിയ ബോംബ്. അത് ശരി തന്നെയാണ്, അതൊരു ബോംബ് തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ബോംബിനെ പറ്റിയാണ് പറയുന്നത്. വാരണാസിയിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? അതെന്താണെന്ന് അങ്ങ് പറയണ്ട. പക്ഷേ രാഷ്ട്രീയത്തിൽ ചില സൂചനകൾ ആദ്യം വരുമ്പോൾ അതെന്താകും എന്നത് സ്വാഭാവികമായും പരിശോധിക്കപ്പെടും. വാരണാസിയാണോ? വാരണാസിയിൽ ഇടയ്ക്ക് മോദി പിന്നോട്ട് പോകുന്നത് നാം കണ്ടതാണ്. വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ പിന്നീടൊരു നിശബ്ദത, പിന്നെ അതിനുശേഷം വിവരങ്ങളൊന്നും വരാതിരിക്കൽ, 1.5 മണിക്കൂറിന് ശേഷം പിന്നെ തിരിച്ച് ലീഡ് പിടിക്കൽ, പിന്നെ ഏതാണ്ട് 1.5 ലക്ഷത്തോളം, നേരത്തെ കിട്ടിയതിനേക്കാളൊക്കെ കുറവാണെങ്കിലും ആ വിജയത്തിലേക്കുള്ള മോദിയുടെ പോക്ക്, ഇതെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറയാനിരിക്കുകയാണോ രാഹുൽ ഇനി? അല്ല, ഇതിനകത്ത് വളരെ പ്രധാനമായി നാം നോക്കിക്കാണേണ്ടത് UP എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇന്ത്യ സഖ്യത്തിന് 41 സീറ്റ് കിട്ടും എന്ന് വളരെ കൃത്യമായി പലപ്പോഴും ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളും ചർച്ചയിൽ പങ്കെടുത്തവരും ഒക്കെ പ്രതികരിച്ചപ്പോൾ ഒരു കോമഡി ആയിട്ടാണ് ആളുകൾ കേട്ടത്. ചർച്ച നയിച്ചവരാവട്ടെ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാവട്ടെ, എല്ലാവരും പുച്ഛിക്കുകയായിരുന്നു. പക്ഷേ 41 സീറ്റ്, 80-ൽ 41 ആർജിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു. അയോധ്യ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് നാം കണ്ടു.
മോഡി എന്തുകൊണ്ടാണ് വാരണാസി തിരഞ്ഞെടുത്തത്, ഗുജറാത്ത് വിട്ടിട്ട്, വഡോദര വിട്ടിട്ട്? അപ്പോൾ അദ്ദേഹത്തിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി വലിയ തിളക്കമാർന്നൊരു വിജയമാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്. വാരണാസി ജില്ലയിലെ 12 ലോക്സഭാ മണ്ഡലത്തിൽ 9 ഇടത്തും ജയിച്ചത് ഇന്ത്യ സഖ്യമാണ്. അപ്പോൾ സംശയത്തിന് ബലം നൽകുന്ന കാതലായ കാര്യമാണ് വാരണാസി. വാരണാസി മാത്രമല്ലല്ലോ, അമിത്ഷാ മത്സരിച്ച മണ്ഡലത്തിൽ അദ്ദേഹം ജയിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ വരുന്ന കണക്കുകൾ പ്രകാരം 30,000-ത്തിലധികം കൃത്രിമ വോട്ടുകൾ അവിടെ ചേർക്കപ്പെട്ടിരുന്നു എന്ന് വളരെ കൃത്യമായ പഠനം പൂർത്തിയായി കഴിഞ്ഞു. മഹാദേവപുരം മാത്രം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇന്ത്യയിലെ 60 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, 100ഓളം മണ്ഡലങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ 60 മണ്ഡലങ്ങളിലെ പഠനം സമാന സ്വഭാവത്തിൽ നടക്കുകയാണ്. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പരിഗണന കൊടുത്തിരിക്കുന്ന വാരണാസിക്കും അതുപോലെ തന്നെ അമിത്ഷായുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഗുജറാത്തിലുമാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഡോക്യുമെൻ്ററി എവിഡൻസ് അനുസരിച്ച് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കൃത്യമായ രേഖകൾ സഹിതം ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫാബ്രിക്കേറ്റഡ് ആണ്, ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത് വെറുതെ ഒരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നതോ ഒരു പൊതുസമ്മേളനത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കാൻ മടിക്കുന്നത്? എന്തുകൊണ്ടായിരുന്നു? ഇതൊക്കെ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിലേക്ക് വരാം. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഇപ്പോ ശ്രീ അനിൽ ബോസും ആവർത്തിക്കുന്നത് പോലെ മോദിയിലേക്കും അമിത്ഷായിലേക്കുമാണ് അടുത്ത ഉന്നം. അത് ഇനിയിപ്പോ നവംബറിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ്, 2 മാസം കഷ്ടിയുണ്ട്. അതിനിടയിൽ സംഭവിക്കുമെന്ന് കരുതാമോ? ആ ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാണ് ഇന്ന് രാഹുലിന്റെ വാക്കുകളിൽ ഉള്ളത്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു പ്രചണ്ഡ പ്രചാരണം നടത്തുക, അവിടുത്തെ അജണ്ട മാറ്റിമറിക്കുക, വിജയത്തിലേക്ക് കുതിക്കാൻ ഒരിക്കൽ കൂടി കഴിയുക, ഇതിനൊക്കെയുള്ള താരപ്രചാരകനായി മോദി ഇറങ്ങാനിരിക്കുകയാണ്. അതിനെ തടയിടുന്ന ഒന്നായി ഇത് വരുമെന്ന് ഇന്ത്യ സഖ്യം കരുതുന്നുണ്ടോ? അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പറയില്ല. പക്ഷെ ഒരു കാര്യം എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വളരെ അവിശുദ്ധമായ രീതിയിലുള്ള ഇടപെടലുകൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. BJPക്ക് അനുകൂലമായ ഒരഭിപ്രായ നിർമ്മാണം നമുക്കെല്ലാവർക്കും അറിയാലോ. ഈ മോഡി 2014 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് നരാധമനായിരുന്നു. വേണു അടക്കമുള്ള മാധ്യമപ്രവർത്തകർ മോഡി എവിടെയെങ്കിലും ഉദ്ധരിക്കേണ്ടിയിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ, ഗുജറാത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ചോരക്കറ പുരണ്ട നരാധമനെന്നാണ്. ഞാൻ കൃത്യമായി ഓർമ്മിക്കുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽ കോളങ്ങളിൽ വന്നിട്ടുള്ള ലേഖനങ്ങൾ. എഡിറ്റോറിയൽ കുറിപ്പുകളിൽ പോലും മോഡിയെ ന്യൂനപക്ഷ ഹത്യക്കാരനായ ഒരു കുറ്റവാളിയായിട്ടാണ്, ഒരു സാർവദേശീയ പാതകിയായിട്ടാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ 2014 മോഡി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പം അദ്ദേഹത്തിന് ഇമേജ് ബൂസ്റ്റ് ചെയ്യപ്പെടുകയാണ്. മിസ്റ്റർ ഡെവലപ്മെൻ്റ് ആയിട്ട് ആയിരക്കണക്കിന് കോടികൾ ഈ അംബാനി അദാനി കോർപ്പറേറ്റ് സഖ്യം ഒഴുക്കിയിട്ടാണ് ഇന്ത്യയിലെ മാധ്യമരംഗത്ത് കോടികൾ ഒഴുക്കി പല മാധ്യമങ്ങളെയും, മോഡിക്കെതിരായി വരാവുന്ന പല മാധ്യമങ്ങളെയും വിലക്കെടുത്തു. ഇതെല്ലാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പൊതുജനാഭിപ്രായത്തെ ഹൈജാക്ക് ചെയ്യാനാണ് മോഡി ശ്രമിച്ചത്. അതുവഴി തനിക്കനുകൂലമായ ഒരു ജനവികാരം ഉണ്ടാക്കാൻ. മറ്റൊരർത്ഥത്തിൽ എന്താണ് വേണു? രാജ്യത്താകെ ന്യൂനപക്ഷ വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തി ന്യൂനപക്ഷങ്ങളെല്ലാം അനഭിമതരാണ്, രാജ്യദ്രോഹികളാണെന്ന് വരുത്തി ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കുന്ന വിദ്വേഷ അജണ്ട, അങ്ങനെ പൊതുജനാഭിപ്രായത്തെ, ബഹുജന മനോഭാവത്തെ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ഭൂരിപക്ഷ ധ്രുവീകരണത്തിൻ്റെതായ ഒരു പൊളിറ്റിക്സ്, വർഗീയതയും കോർപ്പറേറ്റ് മണിയുമാണ് മോഡി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെയും പ്രധാനമന്ത്രിയും ഉയർത്തിക്കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പിൽ എല്ലാവിധത്തിലുമുള്ള അവിശുദ്ധമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ മോഡി ഈ രാജ്യത്ത് പോൾ ചെയ്തതിനേക്കാൾ 6 കോടി വോട്ട് അധികമായിരുന്നു എണ്ണിക്കഴിഞ്ഞപ്പോൾ. അതെന്താ കാണിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ അവിശുദ്ധമായ അധാർമികമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഏജൻസികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ബീഹാറിലെ ഈ ഇൻറ്റൻസീവ് റിവിഷൻ വളരെ വിവാദപരമായി ഉയർന്നു വരുന്നത്. മഹാദേവ, ഈ ബാംഗ്ലൂർ സെൻട്രലിലെ തെരഞ്ഞെടുപ്പ് മഹാദേവപുരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പോൾ ചെയ്ത വോട്ട്, ആ വോട്ട് പോൾ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത് രാജ്യമെങ്കിൽ ഇങ്ങനെ വിപുലമായ ഒരു വലിയ കള്ള ഏർപ്പാട് നടക്കുന്നു, അതിനെ നാം അതിജീവിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കേന്ദ്ര സ്ഥാനത്ത് മോദിയുമുണ്ട് കുറ്റവാളിയായി എന്നൊക്കെ തെളിയിച്ചുകൊണ്ട് രാഹുലിന് മുന്നോട്ട് പോകാം. പക്ഷേ ഇതൊരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിനെ എത്ര സ്വാധീനിക്കാൻ ഈ നീക്കത്തിന് കഴിയും? ഇത് ബീഹാറാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് സന്ദിഗ്ധ ഘട്ടങ്ങളിൽ ശരിയായ ദിശാബോധത്തിലേക്ക് ഇന്ത്യൻ ജനതയാകെ നയിച്ച ഒരു ചരിത്രം ബീഹാറിലുണ്ട്. നമുക്കെല്ലാവർക്കും AR ആന്തുലയെ പോലുള്ള അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണാധികാരിക്കെതിരായിട്ട് ബീഹാറിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം, പാറ്റ്ന യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് വടക്കേന്ത്യയിലും മധ്യേന്ത്യയിലും ഒക്കെ വലിയ ജനകീയ സമരങ്ങളായി മാറിയത്. നമ്മുടെ രാജ്യത്തെ അടിയന്തരാവസ്ഥയും തുടർന്നുള്ള തെരഞ്ഞെടുപ്പും കോൺഗ്രസിൻ്റെ വാഴ്ച അവസാനിക്കുന്ന ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക്, പ്രക്ഷോഭക്കാറ്റുകൾക്ക് തുടക്കമിട്ടത് ബീഹാറാണ്.
അതിന് സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ ബീഹാറിൽ പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ അഴിമതി, ഏകാധിപത്യം, അതിലൊക്കെ ഊന്നിന്നുകൊണ്ടല്ല ഈ പ്രചാരണം പോയത് ഈ 16 ദിവസം. അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇത് ഈ വോട്ട് കൊള്ള എന്നൊരൊറ്റ കാര്യത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു കാര്യം അറിയാം, നമുക്ക് വോട്ട് നമുക്കുണ്ട് എന്ന്, അല്ലേ? നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ 7.2 കോടിയോളം വോട്ടർമാരാണ് അവിടെ ഉള്ളത്. 65 ലക്ഷത്തിന് വെട്ടിമാറ്റിയിരിക്കുന്നു. അതിന്റെ പരിശോധനകൾ കുറെ കൂടി ഉദാരമായി നടത്തണമെന്ന് സുപ്രീം കോടതി ഇപ്പോൾ നിർബന്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പേർ വെട്ടി ഒതുക്കപ്പെടുകയല്ല, ഉൾപ്പെടാനുള്ള സാധ്യത, തിരസ്കരിക്കപ്പെടാനല്ല, അവരെ സ്വീകരിക്കാനുള്ള സാധ്യത ഉന്നത നീതിപീഠത്തിന്റെ ഇടപെടലിലൂടെ തന്നെ തെളിയുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ളൊരു അവകാശം, നാം പ്രയോഗിക്കാൻ പോകുന്നൊരു അവകാശം, അതെവിടെ നഷ്ടപ്പെട്ടു? ആ കാതലായ ചോദ്യത്തിലേക്കാണ് ഇനി പ്രായോഗികമായി വരും ദിവസങ്ങളിൽ ബീഹാർ കടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ചുഴലിയായി വന്ന് ഈ നിതീഷ് BJP സഖ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് മഹാഗഠബന്ധൻ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ട്രംപ് കാർഡാണോ? അല്ലെ, അതിന് വരുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രായത്യ ജനാധിപത്യം, പാർലമെൻ്ററി ജനാധിപത്യം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ രാമേന്ദ്ര ഗുഹയൊക്കെ ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, വളരെ വിശദമായി അദ്ദേഹം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധിക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ. അപ്പോൾ ഇന്ത്യയെപ്പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ഇത്രയും വിപുലമായ വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ പ്രധാനമാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റാണ്. ഇന്ത്യയിലെ ഒരു വോട്ടർ എന്താണ് ഈ ഇൻറ്റൻസീവ് റിവിഷനിലൂടെ BJP ചെയ്യാൻ ശ്രമിച്ചത്, ഇലക്ഷൻ കമ്മീഷനെ വെച്ച് ജ്ഞാനേഷ് കുമാറിനെ വെച്ച് ചെയ്യാൻ ശ്രമിച്ചത്? ഇന്ത്യയിലെ ഒരു വോട്ടർ അയാൾ താൻ നിരന്തരമായി ഇന്ത്യക്കാരൻ തന്നെയാണ്, ഇവിടുത്തെ ഒരു വോട്ടറാണെന്ന് തെളിയിക്കണം. 87 മുമ്പ് ജനിച്ചവർ, 87 ശേഷം ജനിച്ചവർ, അവർ ഹാജരാക്കേണ്ട പ്രത്യേക രേഖകൾ, ഇതെല്ലാം എന്താണ്? ഇത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ബീഹാർ അതിന്റെ ഇപ്പോഴത്തെ നില എന്താണ്? അതിന് ഇപ്പോഴത്തെ നില ആധാർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇത് കോടതി ഇടപെട്ടുകൊണ്ടാണ്. മാത്രമല്ല ശ്രീ KT, ഇന്നിപ്പോ കോടതിയിൽ ഇതാണ് ശരിയാണ്, കോടതി ഇടപെടുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം കൂടെ ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? RJD ആണ് അവിടേക്ക് പോയത്. ഇന്ന് അവസാന ദിവസമാണ്. ഈ കരട് പട്ടികയിൽ ഇനി പരാതികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ആദ്യം കമ്മീഷൻ പ്രഖ്യാപിച്ച ദിവസത്തിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. RJD 2 ആഴ്ചയോട് ആവശ്യപ്പെടുകയാണ്. കമ്മീഷൻ ചില വാദഗതികളൊക്കെ അവിടെ ഉന്നയിച്ചുവെങ്കിലും ആത്യന്തികമായി എന്താ സംഭവിച്ചത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ആ ഘട്ടം വരെ ഏത് തരത്തിലുള്ള സ്വീകരിക്കലും ഒഴിവാക്കലും പരാതി കൊടുക്കലും സ്വീകരിക്കലും എല്ലാം ആകാമെന്ന് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ നാം ഒരു ചുഴലിയായി മാറുമെന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വലിയ മുദ്രാവാക്യമായി ഒരു സർക്കാരിനെ, ബീഹാറിലെ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അധികാരമാറ്റത്തിലേക്ക് നയിക്കുന്ന വിഷയമാകുമോ? അല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള, തെറ്റായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വോട്ടർമാരെ വെട്ടിമാറ്റുന്ന വോട്ട് അപഹരണം എന്ന് പറയുന്ന ഈ പ്രക്രിയ, ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഈ പ്രക്രിയ ആരംഭിക്കുന്നത്. ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത്, ഹിറ്റ്ലർ ജർമ്മനിയിൽ 30 നടത്തിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്താണ് വോട്ടർ പട്ടിക പുതുക്കും, ഇൻറ്റൻസീവായ ഒരു റിവിഷൻ വോട്ടർ പട്ടികയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ യഹൂദരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? പിന്നോക്കക്കാരെയും ദളിതുകളെയും മുസ്ലിങ്ങളെയും ഒഴിവാക്കുക. അതേപോലെ തന്നെ എന്താണ്? തങ്ങൾ സംശയിക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന്, ഈ ബീഹാറിൻ്റെ അതിർത്തി പങ്കിടുന്ന നേപ്പാൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിവാഹിതരായി ഇവിടെ വന്ന ആളുകളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഉറപ്പുള്ള ആളുകൾ മാത്രമേ വോട്ടർമാരാകണ്ടൂ. ഇതൊരു നിയോ ഫാസിസ്റ്റ് ഭീകരതയാണ്. ജനാധിപത്യത്തെ ആകെ കുഴിച്ചുവിടാനുള്ള, വോട്ടർ പട്ടികയാകെ തങ്ങൾക്കാവശ്യമായ രീതിയിൽ മാറ്റിയെടുക്കാനുള്ള, തങ്ങളുടെ വോട്ടർമാരുടെ മാത്രമാക്കി മാറ്റാൻ മറ്റുള്ള വോട്ടർമാരെ എന്താണ് കൂട്ടത്തോടെ പുറന്തള്ളുന്നൊരു പ്രക്രിയയാണ്. അതിനെതിരായിട്ട് വലിയ ജനവികാരം ഉയർന്നു വന്നു. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനവും അതിനെതിരായി ഉയർന്ന പ്രതിഷേധവും, ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഇതിനെതിരായിട്ട് പാറ്റ്നയിൽ നടത്തിയ വലിയ മാർച്ചും, ഇപ്പോഴത്തെ ഈ വോട്ടധികാര യാത്രയും ഒക്കെ എന്താണ്? അത് പഴയപടി തുടരാൻ ഗാനേഷ് കുമാർ വിചാരിച്ചാൽ സാധിക്കില്ല. അദ്ദേഹം സഹകരണ മന്ത്രാലയത്തിലെ ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ പ്രവർത്തിക്കുന്ന ആളാണ്, അമിത്ഷായുടെ. അദ്ദേഹത്തെ, ഗാനേഷ് കുമാറിനെ പോലുള്ള ഒരാളെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആക്കി മാറ്റിയത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആക്കി മാറ്റിയതൊക്കെ നമുക്കറിയാം. നിയമം വരെ ഭേദഗതി ചെയ്തുകൊണ്ടാണ്. ശ്രീ KT, ഒരു ജീവൽ പ്രശ്നമല്ല ഇത്. അതാണ് ഒരു കാതലായ പ്രശ്നം. ഒരു അധികാര മാറ്റത്തിലേക്ക് ഒരു ജനതയെ നയിക്കണമെങ്കിൽ ഒരു ജീവൽ പ്രശ്നം, എത്ര ജീവൽ പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്? കാരണം അത്ര ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ട ഒന്നാണ്, അല്ലേ? അവിടെ തൊഴിലില്ലായ്മ അത്രയും രൂക്ഷമാണ്, കാർഷിക പ്രതിസന്ധി അത്ര രൂക്ഷമാണ്, അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. അവിടെ നിതീഷ് അതിനെ പരിഹരിക്കാൻ എടുക്കുന്ന മാർഗങ്ങളുണ്ട്, അവലംബിക്കുന്ന മാർഗങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ വീടുകളിലെയും സ്ത്രീകൾക്ക് 10,000 രൂപ,
ഈ വാർദ്ധക്യകാല പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പോലീസ് സേനയിൽ 30% സ്ത്രീകളുടെ സംവരണമുണ്ട്. ഇങ്ങനെ വിവിധ പരിപാടികളാണ് നടത്തുന്നത്. അങ്ങേക്ക് പറയുന്ന പോലെ കഴിഞ്ഞ ആഴ്ച മോദി ഇവിടെ വന്ന് 13,000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നത്? ഏതൊക്കെ എത്ര ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് നിശ്ചയിക്കുക? അത് മോദിയുടെ സൗകര്യാർത്ഥം എങ്ങനെയൊക്കെ ക്രമീകരിക്കപ്പെടും? ഈ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ പുതിയ നീക്കങ്ങൾ തന്ത്രജ്ഞതയോടെ, രാഷ്ട്രീയ തന്ത്രജ്ഞതയോടെ നിർവഹിക്കാൻ കഴിയുന്ന സാവകാശം ഇലക്ഷൻ കമ്മീഷൻ നൽകൽ, ഇതെല്ലാം നാം കാണാനിരിക്കുകയാണ്. അവിടെയാണ് ഈ വോട്ട് 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 എന്ന ഒറ്റക്കാടുകൊണ്ട് എത്രമാത്രം അതിനെ മുന്നോട്ട് പ്രതിരോധിക്കാൻ കഴിയുമെന്ന ചോദ്യം നിൽക്കുന്നത്. ഞാൻ രാഹുലിലേക്ക് പോകുന്നതിന് ഇതേ ചോദ്യം ശ്രീ അനിൽ ബോസിനോട്, അങ്ങയുടെ മറുപടിക്ക് ശേഷം എനിക്ക് രാഹുലിലേക്ക് പോകണം. അല്ല, ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വോട്ടധികാർ യാത്ര എന്ന് പറയുന്നത് കേവലം ഒരു വിഷയമല്ല. ഇപ്പം നിങ്ങൾ പല പ്രാവശ്യം ചോദിച്ചല്ലോ ബീഹാറിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ഇടയാകുമോ എന്ന്. ബീഹാറിൽ എന്ത് വ്യത്യാസം? ബീഹാറിൽ ഇന്ത്യ സഖ്യവും നിതീഷ് കുമാറിൻ്റെ പാർട്ടി അല്ലെങ്കിൽ NDAയുമായിട്ട് എന്താണ് വ്യത്യാസം? 2 സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇപ്പോൾ നിയമസഭയിൽ. ആകെ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്ന 12,000 വോട്ടിൽ താഴെയാണ് മൊത്തം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിലെ വ്യത്യാസം. അവിടെയാണ് ഈ 62 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കുന്നത്. മനസ്സിലായില്ലേ? ഈ 62 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയ സന്ദർഭത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചോ? ഗവൺമെൻറ് സമ്മതിച്ചോ? ആരെങ്കിലും ഇതിനെ സംബന്ധിച്ച് ശരിവെച്ചോ? പക്ഷേ അവിടെ നടത്തിയിട്ടുള്ള പത്രസമ്മേളനവും അനുബന്ധമായിട്ടുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഡോക്യുമെൻറ്റുമായി രാഹുൽ ഗാന്ധി എത്തുകയും അത് ഇന്ത്യ സഖ്യത്തിന് ബോധ്യപ്പെടുകയും എല്ലാ ലീഡർഷിപ്പിനെയും അത് ബോധ്യപ്പെടുത്തുകയും ആദ്യം കളത്തിൽ തന്നെ ഉള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങിയതെങ്കിൽ ഈ പോരാട്ടം ഈ പറയുന്ന പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ബീഹാർ നിയമസഭ താഴെ പോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് താഴെ പോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്? അവിടെ 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ആ ഗവൺമെൻറ് ഇരിക്കുന്നത്. 10,000-12,000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നിയമസഭാ ഭരണം ഇപ്പോൾ NDA സഖ്യത്തിനുള്ളത്. അത് അട്ടിമറിക്കുന്നതിന് വലിയ പാടൊന്നുമുള്ള കാര്യമല്ല. ഇവിടെ വലിയ നിങ്ങളിതിനെ നിസ്സാരവൽക്കരിച്ച് കാണണ്ട. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും നിസ്സാരവൽക്കരിച്ച് കാണണ്ട. ഇത് ഒരു സ്റ്റേറ്റിൽ ഒതുങ്ങുന്ന വിഷയമല്ലെന്ന്. ബീഹാറിൽ ഇത് തുടക്കം കുറിച്ചു എന്നുള്ളതേ ഉള്ളൂ. മധ്യപ്രദേശിൽ നിസ്സാരവൽക്കരിക്കുകയല്ല, നാം ഒരു വിഷയത്തിന്റെ മറ്റു വശങ്ങൾ പരിശോധിക്കുകയാണ് എന്ന രൂപത്തിൽ കാണണം സനിൽ ബോസ്. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്, അതിനെ നിസ്സാരമാക്കുകയല്ല. പക്ഷേ ഭരണവിരുദ്ധ തരംഗം എന്നത് അതിനെ എത്ര ക്രിയാത്മകമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന സാധ്യത, അതെല്ലാം ഇതിൽ മുങ്ങിപ്പോകുമോ എന്നതാണ് ചോദ്യമായി വന്നത്. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ആദ്യമായി വരാം ശ്രീ അനിൽ ബോസ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന് മറുപടി രാഹുലിലേക്ക് പോകണമല്ലോ, എന്നിട്ട് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇന്ന് മോദിയോടുള്ള വെല്ലുവിളി, ഈ പറയുന്ന ഹൈഡ്രജൻ ബോംബ് വീഴാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ്, അതെന്തിന്റെ സൂചനയാണെന്നാണ് കരുതേണ്ടത്? നമുക്കത് ഗസ് ചെയ്യാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ വാരണാസിയിലെ ആയിരിക്കാം, മറ്റു കാര്യങ്ങളിലെ ആയിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല വാരണാസിയിലെ ഇലക്ഷനൊക്കെ ആ രീതിയിൽ കണ്ടസ്റ്റ് ചെയ്യപ്പെടുമെന്ന്. എന്താണ് എന്ന് നമ്മൾ കാത്തിരിക്കണം. പക്ഷെ ബീഹാറിന്റെ പ്രാധാന്യം നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ 37.26% NDA മുന്നണിക്കുള്ളത്. 37.23% മഹാഗഠബന്ധനുള്ളത്. എന്ന് പറഞ്ഞാൽ 0.03 വ്യത്യാസം, റഫ്ലി അറൌണ്ട് 11,000-12,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബീഹാറിന്റേതായ വലിയ പ്രസക്തിയുണ്ട്. ബീഹാറിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെയും മഹാവീരന്റെയും മഗധ സാമ്രാജ്യത്തിന്റെയൊക്കെയും കാൽപ്പാടുകൾ ചരിത്രമാണ്. മഹാത്മാഗാന്ധിയുടെ ചമ്പാരനുള്ളതാണ്, ഇന്ദിരാഗാന്ധിയും JP മൂവ്മെന്റും എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് ബീഹാറിനൊരു സിംബോളിക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. പക്ഷെ ആ സിഗ്നിഫിക്കൻസിൽ ശ്രീ നരേന്ദ്രമോദി അടക്കം നരേന്ദ്രമോദി ഒരു ടോൾ പൊളിറ്റിക്കൽ ലീഡറാണ്, 24 hours പൊളിറ്റീഷ്യൻ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഹി വിൽ ഹാവ് ട്രിക്സ് അപ്പ് സ്ലീവ്. അവസാന നിമിഷങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെതായ തന്ത്രങ്ങളും സ്ട്രാറ്റജികളും ഒക്കെ കാണും. ബീഹാർ എന്തായാലും ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പൊട്ടിച്ചതിനെക്കാട്ടി വലിയൊരു ബോംബ് പൊട്ടിക്കണമെങ്കിൽ ഒരു ചെറിയ കാര്യം രാഹുൽ, ഈ പറയുന്ന വോട്ടറധികാർ യാത്ര അത് ഗൗരവമുള്ളതാണ്. മഹാദേവപുരയുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ ഒരു സംശയവും വേണ്ട, അത് വളരെ ഗൗരവതരമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ അപ്പോഴും രാഹുൽ, ബീഹാറിനെ പിടിച്ചുലയ്ക്കുമെന്ന് കരുതിയിരുന്ന വിഷയം എന്താണ്? അതിന്റെയും ഉദ്ഘാടകൻ ആരായിരുന്നു? രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. അത് ഈ പറയുന്ന ജാതി സെൻസസ് എന്നത് തന്നെയായിരുന്നു, അല്ലേ? അതിനെ ഒറ്റയടിക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. നമുക്ക് 65% സംവരണം വേണ്ടതുണ്ട്, അതർഹിക്കുന്ന വിഭാഗങ്ങളാണ് എന്നൊരു വലിയ നീക്കമാണല്ലോ രാഹുൽ നടത്തിയത്. അത് ബീഹാറിനെ നന്നായി സ്വാധീനിക്കുന്ന ഒന്നുമായിരുന്നു. പക്ഷേ അതിനെ ഒന്നടങ്കം മാറ്റാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു, അല്ലേ? അവർ കാസ്റ്റ് സെൻസസിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു കടലാസുകളും നീങ്ങിയിട്ടില്ല, പക്ഷെ അതിന് തടയിടാൻ കഴിഞ്ഞു. എന്ന പോലെ ഈ കഴിഞ്ഞ ദിവസം നടന്നത് എന്താണ്? ഇരുട്ടി വെളുക്കുമ്പോൾ വന്നത് ഈ 31 ദിവസത്തിന് ശേഷം എല്ലാവരും അകത്ത്, അല്ലെ? 31 ദിവസത്തിന് ശേഷം എല്ലാവരും അകത്ത്. ഇങ്ങനെയുള്ള പല നീക്കങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇവിടെ ഈ പറയുന്ന കാസ്റ്റ് സെൻസസ് മാറി, ശരി, വോട്ടുകൊള്ള കൊണ്ടുവരാൻ പറ്റി,
പക്ഷേ പറയുന്നത് പോലെ 31 ദിവസത്തിന്റെ പുതിയ നാടകം വന്നു. ശരി, ഇനിയും ഇപ്പോഴും വോട്ടറുകളുള്ള പ്രസക്തമാണ് എന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് തടയപ്പെടുന്നില്ല മോദിയുടെ ഈ നേരത്തെ രാഹുൽ സൂചിപ്പിക്കുന്ന പുതിയ പുതിയ അടവുകളും ആയുധങ്ങളും. അങ്ങനെ കരുതിക്കൂടാ എന്നുണ്ടോ? അത് ഈ വോട്ടധികാരത്തിന്റെ ഗൗരവത്തെ ചുരുക്കുന്ന ഒന്നാണോ? അല്ലല്ല, വോട്ടധികാര യാത്ര ഗൗരവമുള്ളതാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം ഗൗരവമുള്ളതാണ്. ഇന്ത്യൻ ഇലക്ടോറൽ സിസ്റ്റം റിഫൈൻ ചെയ്യാനുള്ളതാണ്. അതിനാർക്കും തർക്കം ഉണ്ടാവില്ല. BJP നല്ല രാജ്യത്തിന്റെ താല്പര്യം കൂടുതൽ നൽകുന്ന BJP-ക്കാർക്ക് പോലും എതിരഭിപ്രായം ഉണ്ടാവില്ല. ബീഹാറിലെ ആ കമ്മ്യൂണിറ്റി OBC-യുടെ കാര്യം അടക്കം അല്ലെങ്കിൽ കാസ്റ്റ് സെൻസസ് കൂടെ സൂചിപ്പിക്കാം. ബീഹാറിലെ അല്ലെങ്കിൽ മുന്നോക്ക സമുദായങ്ങളുടെ ശതമാനം ഏകദേശം 15%. ഈ OBC-കൾ ഏകദേശം 30% അതിലെ ഏറ്റവും വലുതാണ് ഈ യാദവ്, 14% വരുന്നുണ്ട്. യാദവ് മുസ്ലിം ഇക്വേഷൻ ആണ് RJD എപ്പോഴും ട്രൈ ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് നിഷാദ്, തേലി അടക്കമുള്ളവർ ഏകദേശം 25%. പിന്നീട് ദളിതും മഹാദളിതും 16%. ഷെഡ്യൂൾ ട്രൈബ് 1.3%. ഇതാണ് എന്റെ കണക്ക്. ഇതിലെ ഒരു കൗതുകം പറയാം. കഴിഞ്ഞ വർഷം നരേന്ദ്രമോദിജി അതിശക്തമായി അർബൻ നക്സലുകളാണ് ഈ കാസ്റ്റ് സെൻസസ് വേണമെന്ന് പറയുന്നത് എന്ന് അദ്ദേഹം നിലപാടെടുക്കുകയുണ്ടായി. ഒരു വർഷത്തിന് ശേഷം വളരെ സൈലന്റ് ആയി അദ്ദേഹം തന്നെ കാസ്റ്റ് സെൻസസ് എഗ്രി ചെയ്യുകയും മറ്റും ചെയ്തപ്പോ നമ്മുടെ പ്രതിപക്ഷത്തിന് അത് എത്ര ശക്തമായി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് നരേന്ദ്രമോദിജി എനിക്ക് 4 കാസ്റ്റുകളെ ഉള്ളൂ, യുവാക്കൾ, സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വളരെ ഇമോഷണലി ചാർജ് പ്രസംഗത്തിൽ നിന്നും അർബൻ നക്സൽസ് ആണ് പലപ്പോഴും ഇത് പറയുന്നതെന്നും നിങ്ങളുടെ മംഗലസൂത്രം അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പ്രതിപക്ഷത്തിന് നരേന്ദ്രമോദിജി ഇത്രയും വലിയൊരു നിലപാട് മാറ്റമാണ് ചെയ്തത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് എത്രമാത്രം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒറ്റയാൾ പോരാട്ടങ്ങൾക്കപ്പുറം കൊഹറന്റ് ആയിട്ട് ഇന്ത്യ സഖ്യം എത്രമാത്രം ഇത് ചെയ്യുന്നു എന്നുള്ള പ്രസക്തമാണ്. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഒരു മൊമെന്റം കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞുകൂടാ. രാഹുൽ ഗാന്ധിക്ക് എന്തോ ശിവനോടൊരു കണക്ട് ഉണ്ടെന്ന് തോന്നാറുണ്ട്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി സിന്ദാഹെ എന്ന് പരമശിവന്റെ ചിത്രമൊക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം മഹാദേവർക്ക് ശേഷം രാഹുൽ ഗാന്ധിക്ക് ഒരു മൊമെന്റം ഉണ്ട്. രാഹുൽ ഗാന്ധി ഇളക്കി മറിക്കുന്നുണ്ട്. പക്ഷെ ഓർക്കേണ്ട കാര്യം അവിടെ RJD ആണ് പ്രധാന സഖ്യം. അവിടെ RJD ആണ് മുതിർന്ന പാർട്ടി. എനിക്കൊന്ന് കഴിഞ്ഞ തവണ പോലും 9 സീറ്റ് എന്തോ കോൺഗ്രസിന് കുറയുകയാണ് ചെയ്തത്. അപ്പോ രാഹുൽ ഗാന്ധി അല്ല അവിടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് നിൽക്കുന്നത്, അവിടെ RJD ആണ് അതിന്റെ പ്രധാന കക്ഷി. അപ്പൊ രാഹുൽ ഗാന്ധി ഇളക്കി മറിച്ചത് കൊണ്ട് അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാവുമോ എന്നറിയില്ല. ബീഹാർ രാഷ്ട്രീയത്തിൽ ചേഞ്ച് ഉണ്ടാകും. കഴിഞ്ഞ 70 സീറ്റാണ് കോൺഗ്രസ് മത്സരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 ജയം. 9% അവർക്കുള്ളത്. RJDക്ക് 22%. രാഹുൽ വേഗം പൂർത്തിയാക്കിക്കോളൂ. അതിന് മുമ്പത്തെ ഇലക്ഷനിൽ നിന്ന് 9 സീറ്റ് എന്തോ കുറയുകയാണ് ചെയ്തത്. അത് BJP മാത്രമാണ് ഗെയിൻ ഉണ്ടാക്കിയത്, ബാക്കി ആൾക്കാർ കുറയുകയാണ്. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷം എന്ന രീതിയിൽ വെൽ ഓയിൽഡ് അപ്പോഴും ഒരു വ്യത്യാസമുണ്ട്. രാഹുൽ എല്ലാം പറഞ്ഞു പോകണമല്ലോ. പക്ഷെ അപ്പോഴും ഒരു വ്യത്യാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJDയേക്കാൾ മികച്ച പ്രകടനം കോൺഗ്രസിന് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. കോൺഗ്രസിന് അത് നമ്മുടെ നൈറ്റിലെ പോലെയാണല്ലോ. അത് നിയമസഭയും ലോകസഭയും മറ്റേ സെൻട്രലിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനാണല്ലോ നേഷൻ വൈഡ് ആയിട്ടുള്ള പ്രസൻസ് ഉള്ളത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അങ്ങനെ പറഞ്ഞുകൂടാ. UP-ൽ അങ്ങനെയല്ല കണ്ടത്. അഖിലേഷിന്റെ തന്നെ അപ്രമാദിത്വമാണ് അവിടെ. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ അനിൽ ബോസ്, ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായി 12 ഇടങ്ങളിൽ 9 ഇടത്തും ഇന്ത്യ സഖ്യം ജയിക്കുമ്പോൾ UP-ൽ വാരണാസി, അതുപോലെ തന്നെ ഗുജറാത്തും ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട്, അമിത്ഷായുടെ കള്ളവും പൊളിക്കുമെന്ന്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ UP-ലെ ആ വിജയം എന്ന് പറയുന്നത് ഈ വോട്ടധികാര യാത്രയ്ക്കൊക്കെ മുമ്പ് നടക്കുന്നതാണല്ലോ, അല്ലേ? 2024 ആണല്ലോ. ആ ഘട്ടത്തിൽ അവിടെ ഏറ്റവും ശക്തമായി അഖിലേഷ് യാദവ് പ്രയോഗിച്ച ഒന്നുണ്ട്, അങ്ങേക്കും അറിയുന്നത് പോലെ PDA, അല്ലേ? അതായിരുന്നു അവിടെ ഈ പറയുന്ന വലിയ മാറ്റമുണ്ടാക്കിയത്. അതെന്തുകൊണ്ടാണ്? ഈ യാദവ പ്രാമാണ്യം അവിടെ ശക്തമാണ്. അതുകൊണ്ട് മറ്റ് വിഭാഗങ്ങൾ അകന്നു പോകുന്നു. ഇതാണ് അഖിലേഷിന്റെ ബോധ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ അഖിലേഷ് തന്നെ പറയുകയായിരുന്നു, നിങ്ങൾക്ക് ഇത്തവണ സീറ്റ് കുറവായിരിക്കും, നിങ്ങൾക്ക് തരുന്ന ടിക്കറ്റ് കുറവായിരിക്കും, മറ്റുള്ളവർക്ക് ആനുപാതികമായി അത് വിതരണം ചെയ്യും. ആ PDA എന്ന് പറയുന്നത് വളരെ വിജയകരമായിരുന്നു, ഒരു സംശയവും വേണ്ട. അങ്ങ് ഈ പറയുന്നത് പോലെ BJP-യെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാതിരുന്ന നിർണായക ഘടകം UP തന്നെയായിരുന്നു. അവിടെ കഥ മറ്റൊരു രീതിയിലാണ് പോകുന്നത് എങ്കിൽ അവർക്ക് കേവല ഭൂരിപക്ഷം എന്നത് ആവർത്തിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ശക്തമായ സാമുദായിക സമവാക്യങ്ങളെ എങ്ങനെ ബുദ്ധിപരമായി വിനിയോഗിക്കാം എന്ന ട്രംപ് കാർഡാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവ് പ്രയോഗിച്ചതും വിജയിച്ചതും. അതിവിടെ കാണുന്നില്ല എന്നതാണ് ചോദ്യം. നമ്മൾ എന്തൊക്കെ വിശാലമായ വികസനം പറയുകയാണ് എങ്കിലും, അല്ലെങ്കിൽ പല നിർണായക രാഷ്ട്രീയ സന്ദർഭങ്ങളിലും ബീഹാർ ഒരു പ്രധാനപ്പെട്ട നാന്ദിയായിരുന്നു എന്ന് പറയുമ്പോഴും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, കാസ്റ്റ് പൊളിറ്റിക്സ് ആണ് ബീഹാറിനെ നിർണ്ണയിക്കുന്നത് എന്ന്. അവിടെ അഖിലേഷ് മുന്നോട്ട് വെക്കുന്നത് പോലെ PDA പോലെ ഒരു ട്രംപ് കാർഡ് നിങ്ങൾക്ക് എന്തുണ്ട്? അല്ല, അങ്ങനെയല്ല നമ്മളിതിനെ കാണേണ്ടത്. നമ്മൾ കേവലം ഒരു സ്റ്റേറ്റിലെ ഒരു ഇഷ്യൂ എടുത്ത് ഇപ്പം നമ്മൾ നോക്കി കാണണ്ട.
കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പൊതുവായി സ്വീകരിച്ച സമീപനം എന്താ? നമ്മൾ പലതായി നിന്ന പാർട്ടികളാണ് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബാല്യാവസ്ഥയായിരുന്നു. ആ ബാല്യാവസ്ഥയിൽ നമുക്ക് ചില സ്ഥലത്ത് ഒരേ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ തന്നെ രണ്ടായിട്ട് മത്സരിക്കേണ്ടി വന്നു, ഇല്ലേ? പഞ്ചാബ് നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ഡയറക്റ്റ് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പല സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചു നിൽക്കുന്ന കക്ഷികൾ തന്നെ യോജിച്ചു പോകാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി തന്നെയാണ് നമ്മൾ പോരാട്ടം നടത്തിയത്. രാജ്യവ്യാപകമായി അന്ന് ഇപ്പോൾ വോട്ടർ അധികാർ യാത്ര പോലെ തന്നെ അന്നും രാജ്യവ്യാപകമായി BJP ഗവൺമെൻറ്റിനെതിരായി NDA ഗവൺമെൻറ്റിനെതിരായി ഒരു പൊതുജന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് വ്യത്യസ്തമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. ആ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും, ആ ഇന്ത്യ സഖ്യം ഇന്ന് അതിൻ്റെ ഒരു യൗവനാവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ബീഹാർ വോട്ട് അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കാണുന്നത് ഞങ്ങളൊരു വ്യത്യസ്ത പാർട്ടിയാണെന്ന ഭാവം പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ യോജിക്കാൻ കഴിയാത്ത പ്രത്യയശാസ്ത്രങ്ങളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ആകുലതകളും ആശങ്കകളും ഉണ്ടായിരുന്നു, പരസ്പര വിശ്വാസക്കുറവുണ്ടായിരുന്നു ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ പോലും. ഇന്നതല്ല, ഇന്നത് മാറി. വളരെ കൃത്യമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ശരിയാണെന്ന് ഞങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തപ്പോൾ കുഞ്ഞിക്കണ്ണൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരുപക്ഷെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാലും ഇന്ത്യയിൽ നടത്തുന്ന ഈ പോരാട്ടത്തെ, രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിൻ്റെ പോരാട്ടത്തെ, അദ്ദേഹം ഉയർത്തുന്ന ജനകീയ പ്രശ്നങ്ങളെ ഒരു പ്രശ്നമല്ലല്ലോ വേണു ഞങ്ങൾ ഉയർത്തുന്നത്. ഇപ്പോൾ വോട്ട് അധികാർ യാത്ര എന്ന് പറയുന്ന കാര്യത്തിന് പ്രസക്തി വരുന്നത് മറ്റു വിഷയങ്ങളെക്കാൾ പരിഗണന വരുന്നു എന്ന് നമുക്ക് തോന്നാൻ കാര്യം എന്താ? ഈ ജയങ്ങൾ മുഴുവൻ കൃത്രിമമായിരുന്നു. ഇന്നലെ വരെ നമ്മൾ ഇപ്പം തോൽക്കുന്ന ഞങ്ങൾ പോലും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് അത് അവർക്കുള്ള ജനവിധി ആയിരിക്കും, വർഗീയ ശക്തികളുടെ ഏകീകരണമായിരിക്കുമെന്നൊക്കെ ഞങ്ങളും വിശ്വസിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ വാദഗതികൾ ഉന്നയിക്കുമ്പോഴും ഞങ്ങൾക്ക് കോൺഫിഡൻസ് കുറവുള്ള സന്ദർഭങ്ങളുണ്ട്, ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ഇന്നതല്ല, ഞങ്ങൾ എല്ലാ കാലത്തും ജനകീയ പ്രശ്നങ്ങൾ, ഓരോ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ലേ? ഏത് വിഷയമാണ് ഏറ്റെടുക്കാത്തത്? കാസ്റ്റ് സെൻസസ് മാത്രമല്ല, ഇപ്പൊ UP-യിൽ അഖിലേഷ് യാദവിന്റെ കാര്യം പറഞ്ഞു ഞാൻ അനിൽ ബോസിയോടെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് കാര്യം ഇപ്പൊ അദ്ദേഹം നേരത്തെ PDA പറഞ്ഞു, അതായത് പിച്ചഡെ ദളിത് അല്പസംഖ്യ, ഇന്ത്യയിലെ ദളിത് അല്പസംഖ്യക്, അതായത് പിന്നോക്കക്കാര്, ദളിതര്, മുസ്ലിം അല്ലെങ്കിൽ മൈനോറിറ്റീസ്. ഇന്ത്യയുടെ അടിസ്ഥാനമായ നല്ലൊരു ശതമാനം വോട്ടിങ്ങും സ്വത്വ രാഷ്ട്രീയമാണ്, ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. നമ്മൾ ഈ സത്യം മറച്ചു വെച്ചിട്ട് അതിന്റെ മേലിലൂടെ വേറെ വിഷയങ്ങൾ പ്രധാനമല്ലെന്നല്ല, പക്ഷെ അടിസ്ഥാനപരമായി സ്വത്വ രാഷ്ട്രീയമാണ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നോ കമ്മ്യൂണിറ്റി എഞ്ചിനീയറിംഗ് എന്നൊക്കെ വിളിക്കാം. പണ്ട് UP-യിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വാചകം ഒരുപക്ഷെ നമുക്ക് ഓർമ്മ കാണും, മിലേ മുലായം കാൻഷി റാം ഹവാമെ ഉടുകൈ ജയ് ശ്രീറാം. അതായത് കാൻഷിറാമും മുലായം കൂടെ വന്നപ്പോ BJP-ക്കാരെ വെച്ച് പറയുന്നതാണ് ഹവാമെ ഉടുകൈ ജയ് ശ്രീറാം, അല്ലെങ്കിൽ ടോപ്പി ടെറാസു ഓർ തിലക്. ഈ കമ്മ്യൂണിറ്റി ബാലൻസിംഗിലേക്ക് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ആത്മാർത്ഥമായി ഇറങ്ങാൻ പറ്റാത്തത്? ഗാന്ധിജി അടക്കം ഈ കമ്മ്യൂണിറ്റികളെ ബാലൻസ് ചെയ്തല്ലേ രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് പറയാൻ മടി, സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറയാൻ മടി. ഏതെങ്കിലും ഒരു ഈ ലെഫ്റ്റ് ലിബറൽ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിഷയം, ഉള്ളിയുടെ വില കൊണ്ടാണ് ഭരണം മാറുന്നു എന്നൊക്കെ പറയുന്നത്. അതൊരു മൂഡ് മൾട്ടിപ്ലെയർ ആണ്, അതൊരു മൾട്ടിപ്ലെയർ ആണ്. ശരി 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 ഇസ്രായേൽ ബോസ് തുടർന്നു. എന്ന് മാത്രമല്ല, അങ്ങ് ഈ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഇവിടെ വളരെ ശക്തമായി ഒരു സെക്കൻഡ് വേഗം നിർത്താം. ശ്രീ KT ഇവിടെ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ടായിരുന്നു എന്തായിരുന്നു 2014 വരെ മോദി, എങ്ങനെയാണ് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടത്? അങ്ങയുടെ നേതാവ് തന്നെ പറഞ്ഞ ഒരു ശക്തമായൊരു പ്രയോഗമുണ്ട് അല്ലോ, ഈ മരണവ്യാപാരി എന്ന്. അപ്പൊ അത്രയും ശക്തമായ അധിക്ഷേപങ്ങളാണ്, വിമർശനങ്ങളാണ്, ശരിയായ വിമർശനങ്ങൾ തന്നെയാണ് മരണത്തിന്റെ വ്യാപാരി എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി. പിന്നെ നരേന്ദ്രമോദി എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് നാം കണ്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിതീഷ് കുമാർ ചെയ്തത് കണ്ടതാണല്ലോ അങ്ങ്. ഒരു പരിപാടിയിൽ ഈ പറയുന്ന തൊപ്പി വെക്കാനായിട്ട് വന്നപ്പോൾ അത് മാറ്റി നിർത്തുകയായിരുന്നു ചെയ്തത് നിതീഷ് കുമാർ. അപ്പോൾ കൃത്യമായി എല്ലാവരും കളിക്കളത്തിലിറങ്ങി കളിക്കേണ്ട വിധത്തിൽ കളിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കുള്ള നോട്ടവും വോട്ടധികാർ യാത്ര പോലെ ഗൗരവമുള്ളതല്ലേ എന്നതാണ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം. അല്ല, അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ. ഇന്ത്യൻ പൊതുരാഷ്ട്രീയം എന്താ? ഇന്ത്യൻ പൊതുരാഷ്ട്രീയത്തിൽ ഇപ്പൊ കേരളത്തിൽ തന്നെ എടുത്താൽ പോലും കേരളത്തിൽ കൃത്യമായി CPM, LDF അല്ലെങ്കിൽ കോൺഗ്രസ്, UDF വിജയിക്കുന്നത് കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയിക്കുമ്പോഴാണ്. അതിൽ ആർക്കാ തർക്കം? സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാറുണ്ട്, അതിൽ വിജയിക്കുന്നവർ ജയിക്കും. പക്ഷെ ഇവിടെ അതല്ലല്ലോ. ഇവിടെ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലെ ജയമാകട്ടെ, വിവിധ സ്റ്റേറ്റുകളിലെ ജയമാകട്ടെ, സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ടാണോ ജയിച്ചത്? സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ടല്ലല്ലോ ജയിച്ചത്. അവിടെയാണ് പ്രശ്നം. സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ടാണ് ജയിച്ചെങ്കിൽ നമുക്കിപ്പോൾ കാസ്റ്റ് പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ചർച്ച കൊണ്ടുപോകാം. ഇവിടെ അതല്ല. കൃത്രിമമായി ജയിക്കുന്നതിനെ
വോട്ടർ പട്ടികയിൽ സ്വന്തം അല്ല, അങ്ങ് പിതാവിന്റെ പറയുന്നതിന് ഒരു പേരെഴുതാനില്ലാതെ യുക്തിയുണ്ട്. ABCD അത് തള്ളിക്കളയുകയല്ല. അത് രാഷ്ട്രീയത്തെ രാഹുൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് സഹിതം പുറത്തുകൊണ്ടിരിക്കുന്ന വസ്തുതകളുടെ പിൻബലവും അതിനുണ്ട്. അതിനെയൊന്നും നിരാകരിക്കുകയല്ല. അപ്പോഴും അങ്ങ് കാണേണ്ട ഒരു കാര്യം, ആ നിർണായക ഘട്ടത്തിൽ മഹാഗഡ്ബന്ധൻ പൊളിച്ച് നിതീഷിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന മോദിയെയാണ്. അങ്ങനെ ആ മോദിയും ചേർന്നാണ് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർ പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ബീഹാറിൽ നിന്ന് നിതീഷിന്റെ 12 അടക്കം 18 വോട്ടുകളുടെ പിന്തുണ, 18 സീറ്റുകളുടെ പിന്തുണ അവരെ ഈ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു പ്രധാന ഘടകമാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഇത് കാണണമെന്നേ പറയുന്നുള്ളൂ. അല്ല, അത് കൃത്യമായി കാണുന്നുണ്ട്. അത് കാണുന്നുണ്ടെന്ന് ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ബോധ്യമാവും. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരുന്ന ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പറയുമ്പോൾ ആരും അംഗീകരിച്ചിരുന്നില്ലല്ലോ. ഇത്രയും സീറ്റ് ആർജിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ സീറ്റ് കിട്ടും, സീറ്റിന് വർധനമുണ്ടാകും, കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്കും ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആരും അംഗീകരിച്ചിരുന്നില്ലല്ലോ. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഇത്രയും പാകപ്പെട്ട രൂപപ്പെട്ടു വരുന്ന ഒരു വലിയ സുദൃഢമായ ഐക്യനിരയായി മാറുമെന്ന് പറഞ്ഞപ്പോഴും ആരും അംഗീകരിച്ചിരുന്നില്ലല്ലോ. ഇപ്പോൾ ഓരോ സന്ദർഭത്തിലും നമുക്ക് വെളിവായി വരുന്നത് എന്താ? പ്രതിപക്ഷത്തിന്റെ ശക്തിയും പ്രതിപക്ഷം ഉയർത്തുന്ന രാഷ്ട്രീയവും ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് കൃത്രിമമാണെന്നാണ്. ഈ മുന്നണി രാഷ്ട്രീയത്തിൽ പോലും ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, നിങ്ങൾക്കത് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ബോധ്യപ്പെടും. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ NDA ഗവൺമെന്റിന് നേതൃത്വം നൽകാൻ ഏറ്റവും ശക്തമായി പിന്തുണ കൊടുക്കുന്ന 2 പാർട്ടികൾ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു ആണല്ലോ. വെയിറ്റ് ആൻഡ് സീ ദ പ്ലേ. വളരെ താമസമില്ല നമുക്ക് കാണാൻ കഴിയും. വേണ്ട, ഇപ്പൊ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണല്ലോ, നമുക്ക് കാണാം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ കാണാം. നമുക്ക് ഒരു പരീക്ഷണ വേദിയായി, പ്രാഥമിക പരീക്ഷണശാലയായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മാറും. അത് നമുക്ക് കാണാം. അല്ലാതെ ജനകീയ പ്രശ്നങ്ങൾ മറന്നുകൊണ്ടല്ല, സോഷ്യൽ എഞ്ചിനീയറിംഗ് മറന്നുകൊണ്ടല്ല. പക്ഷെ ഏറ്റവും പ്രധാനമാണ് എന്റെ മനസ്സിലാക്കൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ ഇളക്കമുണ്ടാകാനുള്ള രാഷ്ട്രീയ സാധ്യത നിലനിൽക്കുന്നുള്ളൂ. അത് ഇളക്കാൻ നിങ്ങൾ നോക്കുന്നു, കൂടുതൽ ശക്തമായി ഉറപ്പിക്കാൻ മറുപക്ഷവും നോക്കുന്നു. ആ ബലാബലത്തിൽ വോട്ടധികാർ യാത്രയുടെ എല്ലാ ഗൗരവത്തോടെയും തന്നെ പറയുകയാണ്, ആ കാർഡ് മാത്രം മതിയോ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യവും. ശ്രീ KT, ഇവിടെ ഇപ്പോൾ ഈ ബീഹാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി പറയണം. അത് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ പറയുന്ന വോട്ടധികാർ യാത്രയിൽ മാത്രമായി ഊന്നിയെന്നുകൊണ്ട് വേണമോ ഒരു ഭരണവിരുദ്ധതയുടെ സാധ്യതകൾ ഇന്ത്യ സഖ്യം ആലോചിക്കാനെന്ന്? കൂടാതെ ഇപ്പോൾ നേരത്തെ ഈ നിതീഷ് കുമാറിനെ മഹാഗഡ്ബന്ധൻ പൊളിച്ചടർത്തിയെടുത്തുകൊണ്ട് പോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുരക്ഷിതമാകാനുള്ള നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് ചെയ്തു എന്ന് പറയുകയുണ്ടായല്ലോ. ബീഹാറിനകത്ത് നിന്നും കൂടെ നോക്കാം. ബീഹാറിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും നമുക്കറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. KT അത് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ ഹിന്ദി ഹൃദയഭൂമിയിലാണ് BJPയുടെ സ്വാധീനമെന്ന് പറയുമ്പോൾ പോലും BJPക്ക് നാളിതുവരെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുക്കാത്ത സംസ്ഥാനമാണ് ബീഹാർ, അല്ലേ? ഈ പറയുന്ന നിതീഷിലൂടെ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിലും നിതീഷിനെ അവർക്ക് കൈവടിയാൻ കഴിയാതിരിക്കുന്നതും. ഇനി അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ പോലും നിതീഷിനെ ദുർബലമാക്കുന്ന നീക്കങ്ങൾ ഒന്നിലധികം തവണ അങ്ങ് കണ്ടതല്ലേ? ജിതിൻ റാം മാഞ്ചി എങ്ങനെ കൊണ്ടുവന്നു, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ചിരാഗ് പാസ്വാനെ കഴിഞ്ഞ തവണ എങ്ങനെയാണ് കളത്തിലിറക്കി കളിച്ചത്? അപ്പോൾ ഇത്തരം വലിയ കളികൾ, സ്വന്തം കൂടാരത്തിൽ പോലും ഛിദ്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? എല്ലാ സൂത്രവും പയറ്റുന്ന ഒരു പാളയമാണത്. അതിനെ നേരിടാനുള്ള രീതി ഈ 16 ദിവസത്തിൽ നിന്ന് രാഹുൽ മുന്നോട്ട് വെച്ചുവെന്ന് അങ്ങ് വിലയിരുത്തുന്നുണ്ടോ? അല്ല, ഈ 16 ദിവസത്തെ വോട്ടധികാര യാത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെയും സംരക്ഷിക്കാനുള്ള ഒരു വലിയ രാഷ്ട്രീയ മുൻകൈയാണത്. അതിലപ്പുറത്ത് ഇവിടെ വേണു ചോദിച്ച പ്രശ്നം, ബീഹാറിനെ പോലുള്ളൊരു സംസ്ഥാനം നമുക്കെല്ലാവർക്കും അറിയാം. ബീഹാറിലെ ഇപ്പോൾ രാഹുൽ ഇവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് ബീഹാറിൽ അത് സോഷ്യൽ ജസ്റ്റിസിൻ്റെ, സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയമായിട്ട് ഉയർന്നു വന്നത്. സോഷ്യലിസ്റ്റുകൾ, ലോഹ്യയിസ്റ്റുകൾ, കർപ്പൂരി ഠാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ പിടിച്ചത് കണ്ടില്ലേ ശ്രീ KT ഏതാനും നാളുകൾക്ക് മുൻപ്? അതെ, ഭാരതരത്നമൊക്കെ കൊടുത്ത് പിടിച്ചു. പക്ഷെ ആ ഒരു പൊളിറ്റിക്സ് അവിടെ വളരെ സജീവമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുക, യാദവരാണ് RJDയുടെ ഒരു സാമൂഹ്യ അടിത്തറ എന്ന് പറയുന്നത്. ഈ നിതീഷ് കുമാറിനത് കിഴക്കൻ ബീഹാറിലെ കുർമികളാണ്. ഈ കുർമികൾ എന്ന് പറയുന്നത് ഈ ബക്രാനങ്കറിലൊക്കെ വെള്ളമൊഴുകി കിഴക്കൻ ബീഹാറിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ വലിയ രീതിയിൽ കൃഷി വികസിപ്പിച്ച ആൾക്കാരാണ്. അവരുടെ ഇടയിൽ നിന്നാണ് വലിയ കർഷക മുതലാളിമാരുണ്ടായിരിക്കുകയാണ്. ആ കർഷക മുതലാളിമാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് മോഡി കൊണ്ടുവന്ന 3 ഫാം ലോസ്. ഇപ്പോൾ എന്താണ്, മോഡിയുടെ ഗ്രേറ്റ് ഫ്രണ്ടായിരിക്കുന്ന മിസ്റ്റർ ട്രംപ് ഇന്ത്യക്കെതിരായി നടത്തിയിരിക്കുന്ന ഈ താരിഫ് യുദ്ധമുണ്ടല്ലോ,
50% താരിഫ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇവിടുത്തെ കേരളത്തിലെ കുരുമുളക് കൃഷിക്കാരെ പോലെ, മത്സ്യ കൃഷിക്കാരെ പോലെ, മത്സ്യ കയറ്റുമതിക്കാരെ പോലെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു ജനതയാണ് കുറുമികൾക്കിടയിലെ കർഷക മുതലാളിമാർ. കയറ്റുമതി പ്രധാനമായ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരാണ് കിഴക്കൻ ബീഹാറിലെ കുർമി ഭൂപ്രമാണിമാർ. അപ്പോൾ അത്തരം വിഭാഗങ്ങൾക്കിടയിലൊക്കെ തന്നെ വലിയ അസംതൃപ്തിയുണ്ട്. നിതീഷ് കുമാറിന് ഇതൊക്കെ പിടിച്ച് അമിത്ഷായുടെയും മോഡിയുടെയും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ തൻ്റെ അടിത്തറ സംരക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ല, ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ജപ്പാനുമായിട്ടുള്ള ഐക്യം, അതെ. അപ്പം മോഡിയുടെ ഇപ്പോൾ വരുന്ന ഈ ടേണിംഗ് ഉണ്ടല്ലോ, അദ്ദേഹം എന്താണ് ട്രംപിനെ വിട്ടിട്ട് ചൈനയോടൊപ്പം ചേരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം അത് മോഡിയുടെ ഒരു പ്രശ്നമല്ല, മറിച്ച് മോഡിക്ക് പിറകിൽ പ്രവർത്തിക്കുന്ന, മോഡിയുടെ നയങ്ങളെ നിർണ്ണയിക്കുന്ന ഇന്ത്യയിലെ വൻകിട ബൂർഷ്വാസിയുണ്ട്. ആ വൻകിട ബൂർഷ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അവർക്ക് വളരാൻ, അവർക്ക് വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ അനുഭവിക്കാൻ, അവർക്ക് പണം മുടക്കി ലാഭം ഉണ്ടാക്കാൻ ഈ ആഗോള മൂലധനവുമായിട്ട് സഹകരിച്ചു പോവുകയാണെങ്കിൽ അത് അവർ സ്വീകരിക്കും. എന്നാൽ ആഗോള മൂലധനവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ തെറ്റി സ്വതന്ത്രമായി വളരാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കും. CPM-ന്റെ പാർട്ടി പരിപാടിയിലൊക്കെ പറയുന്ന ഇന്ത്യൻ ബൂർഷ്വാസിയുടെ ഇരട്ട സ്വഭാവം. ഒന്ന് സാമ്രാജ്യത്വമായിട്ട് അവർ അങ്ങേയറ്റം സന്ധി ചെയ്യും, വിദേശ മൂലധനമായിട്ട് അങ്ങേയറ്റം എടുക്കും, ട്രംപിനെ മൈ ഡിയർ ഫ്രണ്ടും ഗ്രേറ്റ് ഫ്രണ്ടും ആക്കും. മറുപുറത്ത് എന്താണ്, ട്രംപിന്റെ നയങ്ങൾ തങ്ങളെ ബാധിക്കും തോന്നുമ്പോൾ സ്വതന്ത്രമായി വളരാനുള്ള, ചൈനയായി ചേർന്ന് വളരാനുള്ള, അല്ലെങ്കിൽ ബ്രിക്സുമായി ചേർന്ന് വളരാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, ഷാങ്ഹായ് കോർപ്പറേഷൻ സജീവമായിട്ട് വളരാനുള്ള സാഹചര്യങ്ങൾ അതും അവർ ഉപയോഗിക്കും. അപ്പോൾ മോഡി എന്താണ്, ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളാൽ നയിക്കപ്പെടുകയാണ്. ഈ വൻകിട കോർപ്പറേറ്റുകളും ഈ ബീഹാർ പോലുള്ള ഇന്ത്യയിലെ വിവിധ റീജിയനുകളിലുള്ള ശക്തമായ ബൂർഷ്വാസി ഉണ്ട്. അവരാണ് അഖിലേഷ് യാദവിനെ പ്രതിനിധീകരിക്കുന്നത്, അവരാണ് ഈ നിതീഷിനെ, അവരാണ് തേജസ്വിനി യാദവിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന. ആ പാർട്ടികൾ, ആ പ്രാദേശിക പാർട്ടികൾ, റീജിയണൽ പാർട്ടികൾ, സാമൂഹ്യനീതി പാർട്ടികൾ, ഈ സാമൂഹ്യനീതി പാർട്ടികളെ അത്ര എളുപ്പം പഴയതുപോലെ മോഡിക്ക്, NDAക്ക് തങ്ങളുടെ കൂടെ നിർത്താൻ കഴിയും തോന്നുന്നില്ല. ഇപ്പോൾ തേജസ്വിനി യാദവ് മാത്രമല്ല, ബീഹാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജീവമാണ്. CPM-ലും CPI-യും CPM-ഉം അവർ മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് സീറ്റ് നഷ്ടപ്പെട്ട, 2 സീറ്റിൽ ജയിച്ച CPM ജയിച്ച സീറ്റ് നഷ്ടപ്പെട്ടെന്നാണ് വളരെ തുച്ഛമായ വോട്ടിനാണ്. അപ്പോൾ അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ ചെയ്യുന്നതാണ് ഭൂമിയുടെ പ്രശ്നം. ശക്തമായ പ്രകടനമായിരുന്നു. 19 മത്സരിക്കുന്നു, 12 ജയിക്കുന്നു. അവർ വളരെ ശക്തമായ രീതിയിൽ ജനങ്ങളുടെ ഭൂമി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഭക്ഷണത്തിന്റെ പ്രശ്നം, തൊഴിലിന്റെ പ്രശ്നം, ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള സമരങ്ങൾ അവിടെ വികസിപ്പിക്കുന്നുണ്ട്. ഇതിനു മുന്നിൽ നിന്നുകൊണ്ടാണ് നിതീഷ് കുമാറിനെ മുൻനിർത്തിക്കൊണ്ട് മോഡിക്ക് NDAക്ക് അവിടെ തെരഞ്ഞെടുപ്പിന്. പക്ഷേ ശ്രീ KT, ഇപ്പൊ മഹാരാഷ്ട്ര അത് അട്ടിമറിയാണ്, തട്ടിപ്പാണ് എന്നൊക്കെ അനിൽ ബോസ് പറയുന്നു, രാഹുൽ ഗാന്ധി പറയുന്നു. മഹാദേവപുരയിൽ നിന്ന് അത് ശരിയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന മതിയായ കാരണങ്ങളുമുണ്ട്. പക്ഷേ ഈ ലഡക്കി ബഹൻ യോജന തിരഞ്ഞെടുപ്പിന് 2 മാസം മുൻപ് പ്രഖ്യാപിച്ച ഒന്നാണ്. അത് മഹാരാഷ്ട്രയുടെ മൊത്തം ചിത്രം മാറ്റുകയുണ്ടായില്ലേ? ഇങ്ങനെയുള്ള പല രീതികൾ ഇവിടെ വരുന്ന ആളുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നത് പ്രധാനപ്പെട്ട ഒരു ആലോചനയായിട്ട് വരേണ്ടതില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തേജസ്വി യാദവ്, അങ്ങ് ആവർത്തിച്ച് പറയുകയാണല്ലോ, തേജസ്വി യാദവിന് വെറും 30 വയസ്സേ ഉള്ളൂ അല്ലേ? രാഹുലുമായിട്ട് 20 വയസ്സിന്റെ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ കൂടെ നിൽക്കുകയാണ് ഈ 16 ദിവസവും ആ യാത്രാ വാഹനത്തിൽ. ഈ തേജസ്വി യാദവ് ഇതിനു മുൻപ് മഹാഗഡ്ബന്ധനായിരിക്കുമ്പോൾ തന്നെ അതെല്ലാം ഭിന്നിക്കപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ശക്തമായ പ്രചാരണം നടത്തിയ ഒരാളാണെന്ന് അങ്ങേക്കറിയാമല്ലോ. വലിയ ആൾക്കൂട്ടമായിരുന്നു അദ്ദേഹത്തിന്റെയും രാഷ്ട്രീയ യോഗങ്ങളിൽ. എന്ന് മാത്രമല്ല, അദ്ദേഹം നിതീഷ് കുമാറിനൊപ്പം മഹാഗഡ്ബന്ധനിൽ മന്ത്രിയായിരിക്കുമ്പോൾ, തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ യുവാക്കൾക്ക് വലിയ തോതിൽ തൊഴിൽ ലഭിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ആ രീതിയിൽ സ്വീകാര്യത നേടുകയും ചെയ്തയാളാണ്. എന്നിട്ടും കൂടിയില്ല തേജസ്വിക്ക്. അങ്ങയുടെ മുന്നിലുള്ള അനുഭവമല്ലേ അത്? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന ആളുകളാണ് അവർ. യഥാർത്ഥ ജനജീവിതത്തെ ബാധിക്കുന്ന ഭൗതിക പ്രശ്നങ്ങളെ അവഗണിച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ, ഈ ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ, ന്യൂനപക്ഷ വിരുദ്ധതയുടെ, പിന്നോക്ക ദളിത് വിരുദ്ധതയുടെ ഒരു പൊളിറ്റിക്സാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അനുഭവങ്ങളിലൂടെ ബീഹാറിലെ ജനങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ജനങ്ങളെ നമ്മൾ ശിശുക്കളായിട്ട് ഒന്നും മനസ്സിലാവാത്ത ആളുകളായി കാണേണ്ടതില്ല. അപ്പോൾ ശരിയായ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ബീഹാർ സംസ്ഥാനത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ അവിടെയും ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് BJPക്ക് അനുകൂലമായ വാദങ്ങൾ നിരത്തുകയല്ല, നാം ആ സാഹചര്യത്തെ കുറച്ചുകൂടെ ശക്തമായെന്ന് വിലയിരുത്തണമെന്ന സതുദ്ദേശം വെച്ചുകൊണ്ട് പറയുന്നതാണ്. ശ്രീ KTക്ക് പറയുന്ന പോലെ കഴിഞ്ഞ തവണ ഇവിടെ ഇപ്പോൾ പറയുകയുണ്ടായല്ലോ, ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് നിൽക്കുന്നത് എന്നൊക്കെ. പക്ഷെ അപ്പോഴും അവിടെ ഈ പറയുന്ന ഏതാണ്ട് 2020 കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 40ഓളം സീറ്റുകളിൽ ഏതാണ്ട് 3500 വോട്ടിൽ താഴെയാണ് ഭൂരിപക്ഷം. 28 വോട്ടിന്റെ തൊട്ടുണ്ട് ആ വ്യത്യാസം. അങ്ങനെ തുടങ്ങി 3500 വരെയൊക്കെയാണ് കിടക്കുന്നത്.
അപ്പോ 12 വോട്ട് 12 വോട്ട് ശരിയാണ്. ഇതൊക്കെ ഉണ്ട്. 12 വോട്ട് ശരി 150 വോട്ട് ശരി ശ്രീനിൽ ബോസ്. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ 40 അവിടെ പല ചെറു പാർട്ടികളെ ഇറക്കുന്നു. ഇപ്പോ അങ്ങ് തന്നെ കണ്ടതാണല്ലോ രാഹുൽ അറിയിക്കുന്ന ഞെട്ടിച്ച ഒരു വിവരം. 4300 കോടി ഏതാണ്ട് നാമമാത്രമായ പാർട്ടികളുടെ പേരിൽ വരികയാണ് ഗുജറാത്തിലേക്ക്, അല്ലേ? അതിൽ അവരാകെ കൂടെ ചെലവഴിച്ചിരിക്കുന്നത് ഏതാണ്ട് 53 കോടിയോ മറ്റോ ആണ്. പക്ഷെ 3500 കോടിയുടെ എന്തോ, ക്ഷമിക്കണം രാഹുൽ, സംഖ്യകളിൽ പിഴവുണ്ടെങ്കിൽ അങ്ങ് തിരുത്തിക്കോളൂ, ഏതാണ്ട് 3500 കോടിയോളം ചെലവഴിച്ചു എന്നിട്ടുള്ള ഓഡിറ്റ് കണക്കുകളും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 4300 കോടി അവിടേക്ക് വരികയാണ്. എങ്ങനെ വന്നു? ആർക്ക് വേണ്ടി അത് ചെലവഴിക്കപ്പെട്ടു? ആരെ എങ്ങോട്ടേക്കൊക്കെ മാറ്റാൻ വേണ്ടി അത് ഉപയോഗിക്കപ്പെട്ടു? ഇത് പ്രധാനമാണ്. അതുപോലെ തന്നെ വിവിധ പാർട്ടികൾ, അതുപോലെ ഈ പറയുന്ന ഈ സ്മോളർ OBC എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ ശ്രീ KT, ബീഹാറിൽ അത് ചെറു വിഭാഗങ്ങളായി നിൽക്കുകയാണ്. പക്ഷെ അവയെല്ലാം കൂടെ ചേർന്നാൽ ഒരു വലിയ കൂട്ടമാണ്. അവയ്ക്ക് നേതൃപദവിയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുമില്ല. ഈ വിഭാഗങ്ങളെയൊക്കെ ഇങ്ങനെ ശിഥിലമാക്കി തന്നെ നിർത്തുക, അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുക? ഇത്തരം തന്ത്രങ്ങളൊക്കെ അവിടെ പയറ്റപ്പെടും. അധികാരവും പണവും ഇരിക്കുന്ന ആളുകൾക്ക്, കയ്യിലിരിക്കുന്ന ആളുകൾക്ക് അത് വിനിയോഗിക്കാനും കഴിയും. അതുകൊണ്ട് ഈ പറയുന്ന 8 വോട്ട് മുതൽ 3500 വോട്ട് വരെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 40 മണ്ഡലങ്ങൾ അതൊക്കെ ഇനി വരും നാളുകളിൽ എങ്ങനെ മറിയും എന്നതൊക്കെ പ്രവചനാതീതമല്ലേ ശ്രീ KT? അല്ല, അത് പ്രവചനാതീതമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഇച്ഛാശക്തിയുടെ കലയാണ്. ഇച്ഛാശക്തിയോടുകൂടി ജനാവബോധത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശക്തമായ ഇടപെടലാണ് വേണ്ടത്. ആ അർത്ഥത്തിലാണ് 16 ദിവസത്തെ വലിയ രീതിയിൽ ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഈ വോട്ടധികാര യാത്ര പ്രസക്തമാകുന്നത്. നമ്മൾ ഈ വോട്ടധികാര യാത്ര ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, അത് ഇന്ത്യക്കാകെ ഒരു പുതിയ ദിശ നൽകുമെന്ന് പറയുന്നത് ബഹുജനങ്ങളാകെ ഇളക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അഭിപ്രായങ്ങൾ അവരെ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് വേണുവിന് എനിക്കും ഇവിടെ ഇരുന്ന് നമ്മൾ കൊടുക്കുന്ന വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല ജയം സംഭവിക്കുന്നത് എന്ന് ബീഹാർ ജനതയെ ബോധ്യപ്പെടുത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല രാഹുൽ ഇപ്പോൾ 6 മാസം കഷ്ടപ്പെട്ട് 60 പേരുമായി ഇരുന്ന് രാപ്പകൽ ഈ പണിയെടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോ അതിന്റെ തുടർചലനങ്ങൾ ഉണ്ടാകുന്നത് അങ്ങ് കാണുന്നുണ്ടല്ലോ. റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ഈ ബീഹാറുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഞെട്ടിക്കുന്ന പുതിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയല്ലേ. ഇവർ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്തിയല്ലോ, SIR. അതിന്റെ ഭാഗമായി ഒരു കരട് വന്നല്ലോ. അതിൽ സംഭവിക്കേണ്ടത് എന്താണ്? ശുദ്ധീകരിക്കലാണല്ലോ. ആ ശുദ്ധീകരണമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തുകൊണ്ടുവന്നിരിക്കുന്ന വാർത്ത എന്താണ്? ഈ പറയുന്ന ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന പട്ടികയിൽ 39 മണ്ഡലങ്ങളിൽ അവർ പരിശോധന നടത്തി. 1,87,000-ലധികം സ്ഥലങ്ങളിൽ 2 തവണ വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 1,00,000-ലധികം പേർക്ക് 2 വ്യത്യസ്ത വോട്ടർ ID കാർഡുകൾ. ഇതൊക്കെ പരസ്യമായി പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഈ SIR എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പായിരുന്നു എന്നതുകൂടെ തെളിയുകയാണ് രാഹുലെ. പോലത്തെ വാക്കുകൾ സ്ട്രോങ് ആണ്. ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിനെയോ ഒരു സംസ്ഥാനത്തിന്റെയോ രാജ്യത്തിന്റെയോ പൾസിനെ ഒരു ഫാക്ടറിലേക്ക് ചുരുക്കരുത്. ഒരു പ്രോമിനന്റ് ഫാക്ടർ കാണാം, എന്നാൽ പല ഫാക്ടറുകളുടെ ഒരു കൺസോൾട്ടേഷൻ ആണ് പലപ്പോഴും സാധിക്കുന്നത്. അതായത് ഞാൻ കുഞ്ഞിക്കണ്ണൻ സാറും എനിക്ക് അനിൽ ബോസിയെ എത്രയോ കാലമായിട്ട് അറിയാം. ഇവര് അനിൽ ബോസി ഒരു സെന്റർ ലെഫ്റ്റും കുഞ്ഞിക്കണ്ണൻ സാർ ലെഫ്റ്റിന്റെ പൊസിഷനിൽ നിന്നാണ് പറയുന്നത്. ഇവര് പലപ്പോഴും കാണുന്നത് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ സോഷ്യൽ ജസ്റ്റിസിന്റെ വഴിയാണ്, അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു നെസസറി ഈവിളാണ്. ഇപ്പൊ അനിൽ ബോസ് സാറിന്റെ തന്നെ വാക്കുകളുടെ ആ സ്വരം നോക്കുകയാണെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. വലതുപക്ഷം പലപ്പോഴും ചെയ്യുന്നതും ഇഫക്റ്റീവ്ലി കോൺഷ്യസ് ആയി ജാതി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തും. ഇപ്പം നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ OBC നേതാവെന്ന് പൊസിഷൻ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. വേണമെങ്കിൽ പണ്ട് ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ തേലി കമ്മ്യൂണിറ്റിയെ പിന്നീട് ആഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മാറ്റും. പക്ഷേ അടിസ്ഥാനപരമായ നരേന്ദ്രമോദി ഞാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ OBC നേതാവെന്ന് പറയുമ്പോൾ അല്ലാന്ന് പറയാനുള്ള ആർഗ്യുമെന്റ്സ് ആൾക്കാർ കിട്ടില്ല. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ നരേന്ദ്രമോദിജി വന്നപ്പം പരസ്യമായി തന്നെ പറഞ്ഞില്ലേ, കണ്ട് വെളുത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ആളല്ലാന്ന് തോന്നി, പക്ഷെ പിന്നീട് നമ്മുടെ ആളാണെന്ന് മനസ്സിലായി. അപ്പൊ ഈ സോഷ്യൽ രാഹുൽ നേരത്തെ കണക്കുകളിൽ ചില ആശയക്കുഴപ്പങ്ങൾ വന്നുകൊണ്ട് അത് അങ്ങനെ ചെയ്തുകൂടല്ലോ പ്രേക്ഷകരോട്. 10 അജ്ഞാത പാർട്ടികൾ 4,300 കോടി ആണ് വന്നിരിക്കുന്നത്. 10 അജ്ഞാത പാർട്ടികൾക്ക് 2019 മുതൽ 2024 വരെയുള്ള കാലത്ത് 4,300 കോടി രൂപ. 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 2019, 2024 ലോക്സഭ, 2022 നിയമസഭ. ഈ പാർട്ടികൾ ആകെ നിർത്തിയത് 43 സ്ഥാനാർത്ഥികളെ. ലഭിച്ചത് 54,069 വോട്ട്. ഇനി ഇതിനുശേഷം ഈ 10 പാർട്ടികൾക്ക് വൻതുക ലഭിച്ചു എന്ന വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ റിപ്പോർട്ടിലാണ് ഉള്ളത്. സ്വാധീനമില്ലാത്ത പാർട്ടികളാണെന്നുണ്ട്. ഈ പാർട്ടികൾ ആകെ ചെലവഴിച്ചത് 39.02 ലക്ഷം രൂപ. അതേസമയം ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ച് 3,500 കോടി ചെലവഴിച്ചു. ശരി രാഹുൽ പറഞ്ഞോളൂ.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. 39 ലക്ഷം രൂപ ഞാൻ പത്രത്തിൽ വായിച്ചത് എന്റെ ഓർമ്മ. അപ്പൊ ഇതിന്റെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന റിയാലിറ്റിയാണ്. ഞാൻ പെട്ടെന്ന് കുഞ്ഞിക്കണ്ണൻ സാറിനെ വിമർശിക്കാതെ പറയാം. ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയ എനിക്ക് പോലും നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാർ മുസ്ലിങ്ങളെ പറയുമ്പോൾ വേദന തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ ആദരണീയനായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അങ്ങോട്ട് ചെന്ന് അത് സരസ്വതി വിലാസമാണെന്നും വെള്ളാപ്പള്ളി വേറെയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞത് ആ ഈഴവ വോട്ട് പോണ്ടെന്ന് വെച്ചല്ലേ, അല്ലാതെ മതേതരത്വത്തെ രക്ഷിക്കാനൊന്നും അല്ലല്ലോ. ഇതൊരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി കുറെ കൂടെ അറിഞ്ഞ് ഓണസ്റ്റ്ലി സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്താൽ മതി. കോൺഗ്രസ് പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത്. പല സ്ഥലങ്ങളിലും ബ്രാഹ്മിൺ, ദളിത്, മുസ്ലിം ഐക്യം 87 ഇടതുപക്ഷ മന്ത്രിസഭ വന്നതിന്റെ ചരിത്രം അങ്ങേക്ക് അറിയാമല്ലോ. പള്ളിക്കാരെയും പട്ടക്കാരനെയും എല്ലാം ഒഴിവാക്കി നിർത്തി അല്ലേ കയറ്റി. ഇടതുമുന്നണിയിൽ അന്ന് സമ്പൂർണ്ണ മതേതര മുന്നണി എന്ന നിലയിൽ തന്നെയാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചത്, വിജയിക്കുകയും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കയറ്റി പറഞ്ഞെടുത്ത് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ബീഹാറിലെ ജനത ഇന്ത്യയെ തിരുത്തിയിട്ടുള്ള ജനതയാണ്. ഈ 16 ദിവസം എന്ന് പറയുന്നത് അവരെ അതിന് ഒരിക്കൽ കൂടി പരുവപ്പെടുത്തുന്ന കാലമായി മാറും എന്ന് നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.